Hi dears, welcome to English classes at Radhika. The Piece of Wild Things is a poem which is written by the American writer Wendell Berry. Here we are going to analyze the questions and answers with Malayalam explanations. Short questions. ഏറ്റവും ചെറുതാക്കിയിട്ട് 2-3 സെൻറ്റൻസിലാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. 2-3 മാർക്കാണ് ഇതിന് കിട്ടുന്നത്. What draws the speaker to nature in times of turmoil in the Piece of Wild Things? അപ്പോൾ നമ്മുടെ ഈ പോത്തിൽ ഓതറിനെ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ ഓഫ് ദ പോയത്തിനെ എന്താണ് പ്രകൃതിയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ഈ ടേമോയിൽ, ഈ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, മെസ്സി ആയിട്ടുള്ള, അല്ലേ, പ്രക്ഷുബ്ധമായിട്ടുള്ള ഈ ലോകത്ത് അദ്ദേഹത്തിനെ എന്താണ് ഇനി പ്രകൃതിയിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത്? The speaker in the Piece of Wild Things turns to nature during hard times because it's calm, peaceful, and helps him feel better. Nature helps him forget his worries and feel free. ഇപ്പോൾ നമുക്കറിയാം ചുറ്റും ഭയങ്കര പ്രക്ഷുബ്ധമായിട്ടുള്ള കാലാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ തന്നെ വയലൻസൊക്കെയാണ് എവിടെയും കേൾക്കാനുള്ളത്. പക്ഷേ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഉള്ള ഒരു തോന്നലാണ് നമുക്ക് തരുന്നത്. നേച്ചർ ഹെൽപ്സ് ഹിം ഫോർഗെറ്റ്സ് ഹിസ് വറീസ് ആൻഡ് ഫീൽ ഫ്രീ. അപ്പോൾ നേച്ചർ അയാളുടെ ചിന്തകളെല്ലാം കളയുകയാണ്. അതായത് ആ ഒരു ആകുലതകളും വ്യാകുലതകളും ഒക്കെ ഒഴിവാക്കി അയാളെ സ്വതന്ത്രനാക്കാണ് നേച്ചർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നേച്ചറിലേക്ക് മടങ്ങിപ്പോകുന്നത്. പെട്ടെന്ന് അയാളുടെ ലൈഫും മകളുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഭയങ്കര ഫ്യൂച്ചർ ജനറേഷനൊക്കെ ആലോചിച്ച് ഭയങ്കര എന്താ പറയുക, രാത്രി ഞെട്ടി ഉണരുകയാണ്. ആ സമയത്താണ് നമ്മുടെ പോയറ്റ് എവിടെ പോണത്? പ്രകൃതിയിലേക്ക്. Second one, identify 2 specific elements of nature mentioned in the poem and explain their significance. അപ്പോൾ 2 നേച്ചുറൽ എലമെൻറ്റ്സ് ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഈ പോയത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നും പറയാനാണ്. 2 specific elements of nature mentioned in the poem are ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, വുഡ് റേക്ക്. അത് മെയിൽ ഡക്കിനാണ് വുഡ് റേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് റിപ്രസെൻറ്റ്സ് പീസ് ആൻഡ് ബ്യൂട്ടി, ഷോവിങ് ഹൗ നേച്ചർ റിമെയിൻസ് കാം ഡിസ്പൈറ്റ് ഹ്യൂമൻ വറീസ്, അല്ലേ? അപ്പോൾ ഈ മനുഷ്യൻ്റെ ആകുലതകളും, മനുഷ്യൻ മാത്രമേ ഇത്രയും ടെൻഷൻ അടിച്ച് നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ജീവികളും ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്, ലൈക്ക് എ വുഡ് റേക്ക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിൽ വാട്ടർ. It symbolizes calmness and reflection, providing a contrast to speaker's turbulent emotions. These elements help the speaker find serenity and escape from anxiety. അപ്പം ഇത് കാംനെസ്, അല്ലേ, ശാന്തത, കാം വാട്ടർ, സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു ശബ്ദം പോലുമില്ല, അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പം അതും ഇതുപോലെ കാംനെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് ടു സ്പീക്കേഴ്സ് ടർബുലൻറ്റ് ഇമോഷൻസ്. പക്ഷെ സ്പീക്കർ ഭയങ്കര ടർബുലൻ്റ് ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്. അയാളുടെ ഒരുപാട് വികാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ സ്പീക്കർ. ദീസ് എലമെൻറ്റ്സ് ഹെൽപ്പ് ദ സ്പീക്കർ ഫൈൻഡ് സെറനിറ്റി ആൻഡ് എസ്കേപ്പ് ഫ്രം ആങ്സൈറ്റി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, സ്റ്റിൽ വാട്ടർ ആൻഡ് വുഡ് റേക്ക്, അല്ലേ, ഇതൊക്കെ കാണുമ്പോൾ മൂപ്പര് എന്താണ്, അയാളുടെ ഒരു ശാന്തതയിലേക്കും അല്ലെങ്കിൽ സമാധാനത്തിലേക്കും മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്, ഈ എല്ലാ വ്യാകുലതകളും ഒഴിച്ചു വെച്ചിട്ട്. തേർഡ് വൺ, what does the phrase the piece of wild things mean to the poet and how does it relate to his emotional state? അപ്പോൾ എന്താണ് the piece of wild things എന്നുള്ള ഫ്രേസ് കൊണ്ട് പോയറ്റിന് അർത്ഥമാക്കുന്നത്? ഓക്കെ, അതും അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്? To the poet, the piece of wild things means finding calmness in nature, away from human worries and fears, അല്ലേ? പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ എന്താണ് കാംനെസ്, അല്ലേ? കാംനെസ് പറഞ്ഞു വെച്ചാൽ ശാന്തത. അത് എങ്ങനെയാണ്, അത് നമ്മൾ അതിനെയാണ് ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈൽഡ് തിങ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നേച്ചർ ഇറ്റ് സെൽഫ്. അവേ ഫ്രം ഹ്യൂമൻ വറീസ് ആൻഡ് ഫിയേഴ്സ്, അല്ലേ? പ്രകൃതി എന്ന് പറഞ്ഞു വെച്ചാൽ മനുഷ്യൻ്റെ ആകുലതകൾക്കും വ്യാകുലതകൾക്കൊക്കെ അപ്പുറത്താണ്, അതിനൊക്കെ ഒരു സൊല്യൂഷൻ തരുന്നതാണ് പ്രകൃതി. ഇറ്റ് ബ്രിങ്സ് ഹിം ഇന്നർ പീസ് ആൻഡ് ഫ്രീഡം ഫ്രം ആങ്സൈറ്റി, അല്ലേ? അപ്പോൾ ഉള്ളിൽ ഒരു സമാധാനവും അല്ലെങ്കിൽ എന്താണ് ഈ എന്താ പറയുക, ടെൻഷനിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് കൊടുക്കുന്നത്. നേച്ചേഴ്സ് ട്രാങ്ക്വിലിറ്റി, സൂത്ത്നെസ് ഈസ് ഇമോഷണൽ ടർമോയിൽ.
അല്ലേ? നേച്ചറിനൊരു ട്രാൻക്വിലിറ്റി ഉണ്ട്. ട്രാൻക്വിലിറ്റി പറഞ്ഞു വെച്ചാൽ ഒരു പ്രശാന്തത. അത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ടെർമോയിൽ പറഞ്ഞു വെച്ചാൽ ആ ഒരു വികാര തള്ളിച്ച ഇല്ലാതെയാക്കുന്നു. Fourth one, what contrast between the natural environment and human concerns emphasized in the poem? എന്തൊക്കെ നാച്ചുറൽ എൻവയറൺമെൻറ്റും, അതായത് പ്രകൃതിയും മനുഷ്യൻ്റെ കൺസേൺസ്, മനുഷ്യൻ്റെ ആകുലതകളും തമ്മിലുള്ള കോൺട്രാസ്റ്റാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെ ഈ പോയത്തിൽ പറയുന്നു? The poem contrasts the peaceful natural world with the speaker's anxious human thoughts. ഓക്കെ, അതായത് പ്രകൃതി വളരെ സ്റ്റിൽ, ക്വയറ്റ്, കാം ഒക്കെയാണ്, വുഡ് റേക്ക് പോലെയും സ്റ്റിൽ വാട്ടർ പോലെയും. പക്ഷെ മനുഷ്യന്മാരെന്താണ്? ദേ ആർ വെരി ആങ്ഷ്യസ്. നേച്ചർ, ദാറ്റ് മീൻസ് വൈൽഡ് തിങ്സ്, സ്റ്റിൽ വാട്ടർ, സ്റ്റാർസ്, അതൊക്കെയാണ് നേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംബൽസ്. റിമെയിൻസ് കാം ആൻഡ് അൺചേഞ്ച്ഡ്, വൈൽ ഹ്യൂമൻ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് വറി, ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. നേച്ചർ ഭയങ്കര കാമാണ്, അല്ലേ? ക്വയറ്റാണ്, പീസ്ഫുള്ളാണ്. പക്ഷേ ഹ്യൂമൻ ലൈഫ് എന്താണ്? ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വറി, ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതത്വം. ദിസ് കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ദ സെറനിറ്റി ഓഫ് നേച്ചർ വേഴ്സസ് ദ ടെർമോയിൽ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. അല്ലേ? പ്രകൃതിയുടെ പ്രശാന്തതയെ ഓപ്പോസ് ചെയ്യുന്നത്, അതായത് മനുഷ്യൻ്റെ ആ ഒരു ടെർമോയിൽ ഓഫ് ഇമോഷൻസ്, അല്ലേ? ഒരുപാടുള്ള പ്രോബ്ലംസ്, അതിന് നേരെ ഘടകവിരുദ്ധമാണ് പ്രകൃതി. ഇറ്റ് ഗിവ്സ് പീസ്ഫുൾനെസ് ഓർ ഇറ്റ് ഗിവ്സ് ഹാർമണി ടു ഹ്യൂമൻ ബീയിങ്സ്. Next, we have the paragraph questions. In order to answer these questions, you should have to use around 100 to 120 words. ഒരു പേജാണ്, ഒരു പുറമാണ് ഇതിന് ആൻസർ എഴുതേണ്ടത്. 5 മാർക്സ് ആണ് കോമൺലി ഇതിന് ഉണ്ടാവാറ്. First one, how does the poet use stillness and quiet to convey a sense of calm and tranquility in the peace of wild things? അപ്പോൾ സ്റ്റിൽനെസ്സും അതുപോലെ തന്നെ കാം, പ്രകൃതിയൊക്കെ അങ്ങനെ സ്റ്റിൽനെസ് ആണ്, കാം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം ഇത് കൺവേ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രശാന്തത കൺവേ ചെയ്യാൻ ഈ പോയത്തിന് പറ്റിയിട്ടുണ്ട്. വാട്ട് റോൾ ഡു ദീസ് എലമെൻറ്റ്സ് പ്ലേ ഇൻ ദ പോംസ് മെസ്സേജ്? ഈ പോയത്തിൻ്റെ മെസ്സേജിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ ഈ എലമെൻറ്റ്സിന് കഴിഞ്ഞിട്ടുണ്ട്? The piece of wild things, Vendelberry uses stillness and quiet to convey calm and tranquility. അല്ലേ? അപ്പോൾ സ്റ്റിൽനെസ്, അതായത് പ്രകൃതിയുടെ സ്റ്റിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അതൊക്കെ പ്രകൃതിയുടെ ട്രാൻക്വിലിറ്റി, പ്രശാന്തത സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹി ഡിസ്ക്രൈബ്സ് സ്റ്റിൽ വാട്ടർ ആൻഡ് ദ പീസ്ഫുൾനെസ് ഓഫ് ദ വുഡ് റേക്ക് ആൻഡ് ഗ്രേറ്റ് ഹെറോൺ. ഓക്കെ, അതൊക്കെ എന്താണ്? പ്രകൃതിയുടെ പീസ്ഫുൾനെസ് കാണിക്കാനാണ്. These images evoke a sense of serenity, contrasting with the speaker's inner turmoil. നമ്മുടെ സ്പീക്കർ ഭയങ്കര വിഷമത്തിലായിരുന്നു, അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ ആലോചിച്ച് അയാൾ ആകെ വിഷമിച്ചിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശാന്തമാക്കാൻ ഈ കാര്യങ്ങൾ, അതായത് വുഡ് റേക്ക്, ഗ്രേറ്റ് ഹെറോൺ, അല്ലേ? സ്റ്റിൽ വാട്ടർ, ഇതിനൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം സെറനിറ്റി അല്ലെങ്കിൽ ശാന്തതയാണ് സിംബലൈസ് ചെയ്യുന്നത്. The stillness also represents a state of being free from human worries and forethought. Stillness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ വറീസിൽ നിന്നും ഉള്ള ഒരു മോചനമാണ്. അതായത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എ ഗ്രേറ്റ് ടെർമോയിൽ ഈസ് ദെയർ ഇൻ ദ മൈൻഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭയങ്കര എന്താണ്, അസ്വസ്ഥതയിലാണ്. പക്ഷേ ഈ സ്റ്റിൽ വാട്ടർ വളരെ കാമാണ്, ക്വയറ്റാണ്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്നല്ല, അത് കാണുമ്പോൾ ഇതിനെല്ലാം മോചനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോയറ്റ് പറയുന്നത്. ദിസ് കാമിങ് അറ്റ്മോസ്ഫിയർ അലൗസ് ദ സ്പീക്കർ ടു റെസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഫൈൻഡ് ഫ്രീഡം. അപ്പോൾ അത് സ്റ്റിൽ വാട്ടർ, അതുപോലെ തന്നെ ഈ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ, അതായത് വുഡ് റേക്ക്, ഗ്രേറ്റ് ഹെറോൺ, ഇവരെയൊക്കെ കണ്ടതോടുകൂടെ ഇയാളുടെ ആ ഒരു ഇഷ്യൂസ് എല്ലാം ഇല്ലാതെയാവുന്നുണ്ട്. ദ സ്റ്റിൽനെസ് ആൻഡ് ക്വയറ്റ് become a refuge, reminding readers to seek peace in nature's tranquility amidst life's chaos. അപ്പോൾ ആർക്കും ഇതുപോലെ തന്നെ എന്താണ്, ഈ chaos ആയിട്ടുള്ള, അല്ലേ? ഈ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു ലോകത്ത് നിന്ന് ട്രാൻക്വിലിറ്റി അല്ലെങ്കിൽ എന്താണ്, ശാന്തത അല്ലെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ ഇതുപോലത്തെ പ്രകൃതിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് പോയറ്റ് പറയുന്നത്. അതിന് ഈ സ്റ്റിൽനെസ്, ക്വയറ്റ്, അതുപോലെ തന്നെയുള്ള എലമെൻറ്റ്സ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Second one, Vendelberry's poem reflects
its deep connection with nature. Discuss how the poem reveals its views on the human-nature relationship, what insights we can from it. അപ്പം നമുക്കറിയാം ഈ പോം വായിക്കുമ്പോൾ മനസ്സിലാവും there is a close relation between the speaker or the poet and the nature. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വെൻഡൽബറി നേച്ചർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് പറയുന്നത്? Wendell-Berry's poem reveals his profound connection with nature, highlighting the interconnectedness of humans and natural world. അല്ലേ? അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നാണ് വെൻഡൽബറി പറയുന്നത്. He portrays nature as a source of solace, peace and freedom from human worries. അല്ലേ? അപ്പോൾ നേച്ചർ എന്തിനൊക്കെയുള്ളതാണ്? സൊലൈസ്, അല്ലേ? എല്ലാറ്റിനുള്ളൊരു സൊല്യൂഷൻ, ആശ്വാസം, സമാധാനം, സ്വാതന്ത്ര്യം ഒക്കെയാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? മനുഷ്യന്റെ ആകുലതകളിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് പ്രകൃതി. The poem shows that the nature remains untouched by human concerns, offering a calm and steady presence. അപ്പോൾ പ്രകൃതി നമ്മളെ എന്താണ് വളരെ ശാന്തമാക്കുന്നു, അല്ലേ? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും മനുഷ്യന് നന്മയും സമാധാനവും തരുന്നതാണ്. Berry's work suggests that humans can find balance and perspectives by embracing this relationship. പോയറ്റിനെ പോലെ തന്നെ നമ്മുടെയൊക്കെ ആകുലതകളും വ്യാകുലതകളും പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം പ്രകൃതി തന്നെയാണ്. Insights gained from the poem include: nature has healing power. For the human spirit, simplicity and stillness can calm anxiety. Humans are part of, not separate from, the natural world. ഇപ്പം എന്താ പറയുന്നത്? നേച്ചറിനൊരു ഹീലിംഗ് പവർ ഉണ്ട്, എല്ലാം മാറ്റാനുള്ള, അസുഖങ്ങളെല്ലാം, അതായത് ഈ പ്രോബ്ലംസ് എല്ലാം ഭേദമാക്കാനുള്ള ഒരു കഴിവ്, ഹീലിംഗ് പവർ ഉണ്ട് നേച്ചറിന്. ദെൻ സിംപ്ലിസിറ്റി ആൻഡ് സ്റ്റിൽനെസ്, അല്ലേ? അത് വളരെ സിമ്പിളാണ്, സ്റ്റില്ലാണ്, അത് മനുഷ്യൻ്റെ ആകുലതകളെല്ലാം ഇല്ലാതാക്കുന്നു. ഹ്യൂമൻസ് ആർ പാർട്ട് ഓഫ്, നോട്ട് സെപ്പറേറ്റ് ഫ്രം ദ നേച്ചുറൽ വേൾഡ്. മനുഷ്യന്മാർ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ്, അതാത് പ്രകൃതിയിൽ നിന്ന് അകന്നു പോകേണ്ടവരല്ല. കണക്ഷൻ ടു നേച്ചേഴ്സ് ഫോസ്റ്റേഴ്സ് ഇന്നർ പീസ് ആൻഡ് ഫ്രീഡം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നേച്ചർ നമ്മുടെ ഇന്നർ പീസ്, അല്ലേ? സമാധാനം ഉണ്ടാക്കുന്നു, അതുപോലെ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രരാക്കുന്നു. Berry's poem encourages readers to appreciate and respect nature, promoting a harmonious coexistence that nurtures both human well-being and the environment. അപ്പോൾ ബെറിയുടെ പോം മനുഷ്യന്മാർ അല്ലെങ്കിൽ റീഡേഴ്സിനെ അപ്രീഷിയേറ്റ്, റെസ്പെക്ട് നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാനും പ്രശംസിക്കാനും പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രൊമോട്ടിങ് എ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ദാറ്റ് നേച്ചേഴ്സ് ബോത്ത് ഹ്യൂമൻ വെൽബീയിങ് ആൻഡ് ദി എൻവയറൺമെൻറ്റ്. പ്രകൃതിയുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അത് പ്രകൃതിക്കും മനുഷ്യനും നല്ലതാണെന്നാണ് പോയറ്റ് പറയുന്നത്. Third one, the imagery in the piece of Wild Things is vivid and evocative. Explain how it contributes to the poem's emotional theme and emotional impact. ഇനി ഇതിൻ്റെ ഇമേജസ്, അല്ലേ? ഇമേജസ് പറഞ്ഞ വേർഡ് പിക്ചേഴ്സ്, ചില വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനുള്ളിലേക്ക് ചില ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നെക്സ്റ്റ് പാരഗ്രാഫ്. The vivid imagery in the piece of Wild Things deeply enhances the poem's emotional theme and impact. വിവിഡ് എന്ന് പറഞ്ഞു വെച്ചാൽ വിവിധമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് പോയറ്റിൻ്റെ ഇമോഷൻസ് ഒക്കെ തുറന്നു കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇമേജസ് ലൈക്ക് woodrake resting in its beauty, great heron feeds and still water evokes feeling of serenity and calmness. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലേ? വുഡ്രേക്കും അതുപോലെ തന്നെ ഗ്രേറ്റ് ഹെറോൺ, സ്റ്റിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കാംനെസ്. The contrast between the peaceful natural scenes and the speaker's inner turmoil intensifies the emotional effect. അപ്പോൾ നേച്ചർ ഭയങ്കര കാമാണ്, ബട്ട് ദ പോയറ്റ് ഈസ് വെരി മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ഹിസ് തോട്ട്സ്. അതാണ് നമ്മുടെ കാണുന്നത്. അതൊരു കോൺട്രാസ്റ്റ് ആയിട്ടായിരുന്നു, അല്ലേ? വൈരുദ്ധ്യമായിട്ടാണ് പറയുന്നത്. ദി ഇമേജറി ട്രാൻസ്ഫേഴ്സ് റീഡർ ടു എ ട്രാൻക്വിൽ എൻവയറൺമെൻറ്റ്, അല്ലേ? ഇപ്പോൾ സ്റ്റിൽ വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് എസ്കേപ്പ് ഫ്രം ആങ്സൈറ്റി. നമുക്കും എന്താണ്, എല്ലാ പ്രോബ്ലത്തിൽ നിന്നുള്ള ഒരു എസ്കേപ്പാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. Illustrates nature's beauty and simplicity, evokes feelings of hope and solace. ഓക്കെ, അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ ഒരു ആശ്വാസമൊക്കെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനൊക്കെ തരുന്നുണ്ട് ഈ ഇമേജസ്. Berry's masterful use of imagery immerses
readers in the poem's emotional landscape. അല്ലേ? അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഇമേജസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ ഈ ഒരു പോം അല്ലെങ്കിൽ എവിടെയാണ് പോയറ്റ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലേ? നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ ഇറ്റ് ഈസ് ദയർ. ദിസ് ഇമോഷണൽ കണക്ഷൻ ഫോസ്റ്റേഴ്സ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഒരു എംപത്തറ്റിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് നേച്ചർ ഈസ് ഹാപ്പനിങ് ഹിയർ. Then making the poem's message more relatable and profound. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫ്രീഡം ഫ്രം അവർ ഇന്നർ ടെർമോയിൽ എന്നുള്ള ഒരു മെസ്സേജാണ് പോയറ്റ് ഇവിടെ തരുന്നത്. അത് കൺവേ ചെയ്യാൻ ദീസ് ഇമേജസ് കുഡ് the imagery becomes a bridge between the poet's emotions and the reader's heart. അല്ലേ? പോയറ്റ് ഡയറക്റ്റ് ആയിട്ട് റീഡേഴ്സിൻ്റെ ഹാർട്ടിലേക്കാണ് ഈ ഇമേജസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, എംപതൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് അവർ എസ്സേ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം 2 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എസ്സേ സാധാരണ എക്സാമിന് വരുന്നത് 10 മാർക്സിനാണ്. ആ 10 മാർക്സിന് വേണ്ടി നിങ്ങൾ 2 പേജാണ് എഴുതേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ കൺക്ലൂഷനും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കണം വിത്ത് ദ നെയിം ഓഫ് ദ പോയറ്റ്. അല്ലേ? ഒക്കെ നമ്മുടെ കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 സെൻറ്റൻസും കൂടെ കൂട്ടിച്ചേർക്കണം. ഏകദേശം ഒരു 250 വേർഡ്സിലാണ് നമ്മൾ എസ്സേ എഴുതേണ്ടത്. ഇമാജിൻ ആൻ ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് വെയർ ഡിഫറെൻറ്റ് നാച്ചുറൽ എലമെൻറ്റ്സ് like stars, the water, or the trees go through the poet's depressing emotions. How might their responses help the poet find solace or a new perspective on their own struggles? അപ്പം ഇതുപോലൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് അല്ലേ? അതായത് ഇപ്പം നമ്മുടെ ഒരു പ്രകൃതി വേറൊരു ലോകം ഉണ്ടെന്ന് വിചാരിക്കാം അല്ലേ? അവിടെ സ്റ്റാർസും വാട്ടർ ട്രീസ് അല്ലേ എല്ലാം ഇവിടെ പോലെ പോയറ്റിൻ്റെ ഡിപ്രസിങ് ഇമോഷൻസിനെ എന്താ പറയുക മാറ്റുന്ന ഘടകങ്ങളായിരുന്നു ഈ പോയത്തിൽ. ഹൗ മൈറ്റ് ദെയർ റെസ്പോൺസസ് ഹെൽപ്പ് ദ പോയറ്റ് ഫൈൻഡ് സൊലേസ് ടു എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ദെയർ ഓൺ സ്ട്രഗിൾസ്. അപ്പോൾ എങ്ങനെയാണ് ഇവയെല്ലാം പോയറ്റിൻ്റെ സ്ട്രഗിൾസ് ഇല്ലാതാക്കിയത്? In an alternative universe, if natural elements like stars, water, or trees experience the poet's depressing emotions, their responses could offer unique solace and perspective. അപ്പോൾ ഇവർക്ക് ഈ ആൾട്ടർനേറ്റീവ് വേറെ ലോകത്തിൽ എന്താണ് അവിടുത്തെ എന്താണ് മരത്തിനും അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ ഇവരുടെ ഇമോഷൻസ് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വേറെ ലോകത്തിൽ ഇമാജിനേഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയറ്റിനെ വല്ലാതെ അത് എന്താണ് കൂടുതൽ സമാധാനിപ്പിക്കും. The stars burdened the poet's despair might dim their twinkling light, only to rekindle its gentle pulsing rhythm. അല്ലേ? കണ്ണുകൾ ചിമ്മുന്നത് ആ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നത് പോയറ്റിൻ്റെ ആ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടാണ്. ആ വിഷമം അത് അതിൻ്റേതാക്കി എടുത്തിട്ടാണ് അത് കണ്ണ് ചിമ്മുന്നത് എന്ന് പറയുന്നത്. This celestial heartbeats could remind the poet that even in darkness hope persists and light can re-emerge. അല്ലേ? അപ്പോൾ ഒരു ഹോപ്പാണത്. അതായത് ഈ രാത്രിയും ഒരു ചെറിയ ലൈറ്റ് പോലും മതി അല്ലേ നമുക്കൊരു ആശ്വാസത്തിന്. അതാണ് സ്റ്റാർ സിംബലൈസ് ചെയ്യുന്നത്. The water weighed down by the poet's sorrow might slow its flow, only to carry a new path through the landscape. അതുപോലെ തന്നെ പോയറ്റിൻ്റെ സോറോ അല്ലേ അത് എങ്ങനെയാണ് സ്ലോ ഇറ്റ്സ് ഫ്ലോ ഓൺലി ടു കാർവ് എ ന്യൂ പാത്ത് ത്രൂ ദ ലാൻഡ്സ്കേപ്പ് അല്ലേ? ലാൻഡ്സ്കേപ്പിലൂടെ ഒരു നദി ഒഴുകുന്നത് അല്ലെങ്കിൽ ഒരു വെള്ളം സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നുണ്ട്. അത് പോയറ്റിൻ്റെ സോറോ ആണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, അയാളുടെ സ്ട്രഗിൾസ്. The trees shouldering the poet's anxiety might shed their leaves only to sprout new growth. അല്ലേ? അതുപോലെ തന്നെ മരങ്ങളൊക്കെ പോയറ്റിൻ്റെ എന്താണ് വിഷമം കണ്ട് ഇല പൊഴിക്കുകയാണ് അല്ലേ? കരയാണ് ചെയ്യുന്നത്. കരയാന്ന് പറഞ്ഞ ഇല പൊഴിച്ചുകൊണ്ടാണ് ആശ്വസിപ്പിക്കുന്നത്. പക്ഷെ അതിൽ പുതിയ നാമ്പുകൾ വരും. പോയറ്റിൻ്റെ ലൈഫ് പോലെ തന്നെ പുതിയ ഹോപ്പ് വിൽ ബി ദയർ, ന്യൂ ലൈഫ് വിൽ ബി ദയർ. Then these responses nature could offer the poet. First one, empathy. Seeing a natural elements experience similar emotions creates a sense of shared understanding. ഇപ്പോൾ പ്രകൃതി കരയാണ് അല്ലെങ്കിൽ എന്താണ് ഇല പൊഴിക്കുന്നതിലൂടെ മരങ്ങൾ കരയാണ് അല്ലേ? ബൈ സീയിങ് ദി ഇമോഷൻസ് ഓർ ദി സോറോസ് ഓഫ് ദ പോയറ്റ്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള എംപതിയാണ് അല്ലേ? ബീയിങ് വൺ വിത്ത് ദാറ്റ് പേഴ്സൺ.
perspective, witnessing the star's persistence, water's adaptability, and trees' resilience provides a broader view of struggles. അതുപോലെ തന്നെ സ്റ്റാർസ് പെർസിസ്റ്റൻസ് നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നതും അതുപോലെ മരങ്ങൾ ഇല പൊഴിക്കുന്നതും ഒക്കെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. പോയറ്റ് എങ്ങനെ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അവർ കണ്ണടയ്ക്കുന്നതൊക്കെ സ്റ്റാർസ്. ദെൻ ഹോപ്പ്. Nature's cyclical renewal and transformation suggests that darkness is temporary. അല്ലേ? അതായത് ഡാർക്ക്നെസ് ടെമ്പററി ആണ്, പിന്നെ പിറ്റേ ദിവസം എന്താണ്, പകൽ വരും അല്ലേ. ഹോപ്പ് ഈസ് ദയർ. അതുപോലെ മരങ്ങൾ ഇല പൊഴിക്കുന്നു, അത് സൈക്ലിക്കലാണ്, വീണ്ടും പുതിയ നാമ്പുകൾ വരും. ദെൻ അത് ടെമ്പററി ആണ്, വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ സോറോസ് ഒക്കെ. Then interconnectedness. The poet realizes their emotions are not isolated but part of the natural world. അല്ലേ? മനുഷ്യന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യന്റെ ദുഃഖങ്ങളും പ്രകൃതിയുടേത് തന്നെയാണ്. In this alternative universe, the poet might find solace in the star's gentle pulse, the water's transformative flow of the tree's resilient growth. അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, അതായത് എല്ലാം മനുഷ്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പ്രകൃതി. Nature's responses would remind them that struggles are universal yet temporary and that hope that renewal are always possible. അപ്പോൾ മനുഷ്യന് മാത്രമല്ല സ്ട്രഗിൾസ് ഉള്ളത്, പ്രകൃതിക്കുമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെ? മരങ്ങൾ ഇല പൊഴിക്കുന്നതിലൂടെയും അതുപോലെ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നതിലൂടെയും ഇരുട്ടാവുന്നതിലൂടെയും ഒക്കെ എല്ലാം പക്ഷേ റിന്യൂവൽ അല്ലെ, വീണ്ടും നന്മ വരും അല്ലെങ്കിൽ നല്ലത് വരും അല്ലെ. രാത്രി വീണ്ടും പകലാവുന്നു, ഇല പൊഴിച്ച മരം വീണ്ടും തളിർക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസമാണ്, ഓപ്റ്റിമിസമാണ് അവിടെ പറയുന്നത്. This reversed dynamic would underscore the interconnectedness of human and natural experiences, encouraging the poet to re-evaluate the struggles within the larger context of the natural world. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് പ്രകൃതിക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യനും അനുഭവിച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് ചില സമയത്ത് ചില പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷേ എന്താണ്, അതെല്ലാം തരണം ചെയ്യേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. പ്രകൃതിയിലെ ഓരോ എലമെന്റ്സും ഇതുപോലത്തെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ബാക്സ് ആർ ദെയർ ഫോർ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് ഓഫ് നേച്ചർ. പക്ഷെ അതൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണ്, റീസൈക്കിളബിൾ ആണ്. By embracing this symbiotic relationship, the poet could discover a deeper sense of peace, perspective and resilience. Okay, അപ്പോൾ ഇത് പ്രകൃതിയെ മനസ്സിലാക്കുന്നതിലൂടെ കുറച്ചും കൂടെ സമാധാനപരവുമായിട്ടുള്ള ഒരു സർവൈവൽ മനുഷ്യന് സാധ്യമാകുന്നു. Second one, write a fictitious journal entry from the viewpoint of the great heron on the wood rake. Describe the poet's arrival at the water edge in this country. Consider how your everyday routines and life might be impacted by the poet's presence. അപ്പോൾ നമ്മുടെ വുഡ് റേക്കിനെ പറ്റി പറഞ്ഞു ഇവിടെ. അപ്പോൾ വുഡ് റേക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ജേർണൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ആ വുഡ് റേക്ക് അവിടെ പോയറ്റിന് രാത്രി കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് വുഡ് റേക്ക് ഈസ് റൈറ്റിംഗ്. March 15th, അപ്പോൾ ജേർണൽ എഴുതുമ്പോൾ എന്താണ്, ഡേറ്റ് വേണം. I wade through the calm waters, my long legs sinking into the muddy depths. അല്ലേ? ഞാൻ ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തുകയായിരുന്നു, എൻ്റെ കാലുകൾ മണ്ണിൽ പുതഞ്ഞു പോയിരുന്നു. My feathers a majestic grey, wood rake മെയിൽ ഡക്കാണ് എഴുതുന്നത്. Majestic grey ruffle gently in the breeze. അല്ലേ? എൻ്റെ തൂവലുകൾ കാറ്റിലിങ്ങനെ പാറുന്നുണ്ടായിരുന്നു അല്ലേ. I'm the great heron, king of this serene domain, as I can the horizon of signs of breakfast. I notice a figure approaching the water's edge. അല്ലേ? ഞാൻ ഇങ്ങനെ എൻ്റെ ഭക്ഷണം തെരഞ്ഞു പോണ സമയത്ത് ഒരു ഫിഗർ ഇങ്ങനെ ഒരു രൂപം വരുന്നത് കണ്ടു. He moves slowly, deliberately, his eyes fixed on the ground. അല്ലേ? അയാളിങ്ങനെ എന്തോ തീരുമാനിച്ചുറച്ച പോലെ വരികയായിരുന്നു, തറയിൽ നോക്കിക്കൊണ്ട്. എ പോയറ്റ്, ഐ സെൻസ്, അതൊരു പോയറ്റ് ആയിരിക്കും, അല്ലാതെ ആരും രാത്രി ഇങ്ങനെ പ്രകൃതിയിലേക്ക് വരുമൊന്നുമില്ല. ദേ ഓൾവേസ് കം സീക്കിംഗ് സൊലീസ് ഇൻ അവർ വൈൽഡ് പീസ്. പോയറ്റ്സ് അങ്ങനെയാണ്, എപ്പോഴും ഞങ്ങളിൽ അല്ലെങ്കിൽ പ്രകൃതിയിലാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്. വെൻഡൽബറി, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഓ, ആരാണ് വരുന്നത്? അത് വെൻഡൽബറിയാണ്. ഓ, ഐ നോ ഹീ ഈസ് എ പോയറ്റ്, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഹിസ് ഫുഡ് സ്റ്റെപ്സ് ക്വയറ്റ്, ഹിസ് ഗേസ് അബ്സോർബിങ് എവറി ഡീറ്റെയിൽ. അല്ലേ? വളരെ പതുക്കെയാണ് വരുന്നത്, പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയാണ്. He carries a notebook and pencil ready to capture the whispers of the wild. അല്ലേ?
പോയറ്റാണ് എപ്പോഴും കയ്യിലൊരു ബുക്കും പേനയൊക്കെ ഉണ്ടാവും. His presence changes the air. I feel his reverence of this land, this water. അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് ഈ വാട്ടർ, അതുപോലെ തന്നെ ഈ പ്രകൃതി, ഈ സീൻസ് എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഹീ ഈസ് ആൻ അഡ്മിറർ ഓഫ് നേച്ചർ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഹി ഡസൻറ്റ് ഇൻറ്റർല്യൂഡ്, ഹി ഒബ്സർവ്സ്. ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണമൊന്നുമില്ല, ഞങ്ങൾ നോക്കുകയാണ്, ഒബ്സർവ്, നിരീക്ഷിക്കുകയാണ്. His eyes follow me as I stalk my prey, his pencil scarching words onto paper. അല്ലേ? ഞാൻ എൻ്റെ ഇരയെ തേടി പോകുമ്പോൾ അദ്ദേഹം എന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി ഈസ് റൈറ്റിംഗ് സംതിങ് ഓൺ ഹിസ് പേപ്പർ. പെൻസിലായിട്ട് എന്തോ കോറി വരയ്ക്കുന്നുണ്ടായിരുന്നു. മൈ ഡെയിലി റുട്ടീൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്, ഹണ്ടിങ്, പ്രീനിങ്, വാച്ചിങ്. അല്ലേ? ഞാൻ അതുപോലെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇരയെ തേടി പിടിക്കും, അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ വെള്ളത്തിലൂടെ നീന്തി കളിക്കും. ഓക്കെ, മൈ റുട്ടീൻ ഈസ് നോട്ട് അറ്റ് ഓൾ ചേഞ്ച്ഡ്. It is presence others rhythm. പക്ഷേ ഒരു മനുഷ്യനോട് വന്നു നിന്ന് എന്നെ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ, അല്ലേ, ആ ഒരു താളം ഇല്ലാതെയാവുന്നുണ്ട്. ഐ സെൻസ് ഹിസ് വിയറിനെസ്, ഹിസ് നീഡ് ഫോർ സൊലീസ്. എനിക്ക് മനസ്സിലാവും അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലേ, അയാൾക്കൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഹി സീക്സ് റിഫ്യൂജ് ഇൻ അവർ പീസ്ഫുൾ വേൾഡ്. അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആണ്, അല്ലേ, ഒരുപാട് സമാധാനം നിറഞ്ഞതാണ്. അതിൽ അദ്ദേഹവും എന്താണ് ആശ്വാസം തേടാനാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഞങ്ങളിൽ നിന്ന് ഒരു ആശ്വാസത്തിനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കാംനെസ്സിനായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഐ ഷുഡ് കണ്ടിന്യൂ മൈ പീസ് അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, പക്ഷെ മൂപ്പര് എന്നെ കല്ലെടുത്തെറിയോ സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ I can say that he is a gentleman. The woodrake swims nearby unruffled. The poet's presence is a reminder. A wild peace is a balm for weary souls. അല്ലേ? വുഡ്രേക്ക് ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ വുഡ്രേക്ക് എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നു. ആസ് ഐ ടേക്ക് എ ഫ്ലൈറ്റ്, വിങ്സ് ബീറ്റിംഗ് സ്ലോലി, ഐ ഗ്ലാൻസ് ബാക്ക്. അല്ലേ? ഞാനിങ്ങനെ ചിറകിട്ടടിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. വെൻഡൽബറി സീറ്റ്സ് നോട്ട്ബുക്ക് ഓപ്പൺ, ഡ്രിങ്കിങ് ഇൻ ദ കാം. അല്ലേ? ആ ഒരു കാംനെസ് ആസ്വദിച്ചുകൊണ്ട് വെൻഡൽബറി ദ പോയറ്റ് വാസ് സിറ്റിംഗ്. ഹിസ് വേർഡ്സ് വിൽ ക്യാരി അവർ സെറിനിറ്റി ടു ഡിസ്റ്റന്റ് ലാൻഡ്സ്. അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സെറിനിറ്റി, അപ്പോൾ നമ്മുടെ ഈ വുഡ്രിക്ക് ഭയങ്കര വിഷണറിയാണ്. അപ്പോൾ പറയാണ്, ഇത് ഞങ്ങളെ ലോകം മുഴുവൻ അറിയിക്കും ഈ പോയറ്റ്. കാരണം ഞങ്ങളുടെ കഥ, ഞങ്ങളുടെ എന്താ പറയുക, ലൈഫ് ഒരു സെറിനിറ്റി, കാംനെസ് ഒക്കെ എഴുതുന്നതിലൂടെ അത് ലോകം മുഴുവൻ അറിയപ്പെടും എന്നാണ് പറയുന്നത്. I return to my home, aware that our world has been touched by his seeking heart. അല്ലേ? അപ്പം ഞങ്ങളുടെ വേൾഡ് അല്ലെങ്കിൽ ഈ ലോകം, ഈ നേച്ചർ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും എൻ്റെ ഇരയെ തേടാനായിട്ട് തിരിഞ്ഞു നടന്നു. അല്ലേ? പറഞ്ഞാൽ കുറച്ച് നേരം പോയിട്ടിനെ നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ബേർഡിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നോട്ടിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. എക്സാം എഴുതാനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും സ്പെല്ലിങ്ങും എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പോൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, പിന്നെ പഠിക്കാനും സൗകര്യവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.